ടച്ച് മീ നോട്ട്, തൊട്ടാവാടി. നമുക്കെല്ലാവർക്കും അറിയുന്നൊരു ചെടിയാണ്. തൊട്ടാൽ 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 തൊടണ്ട, എടുത്തൂടെ പോയാൽ മതി, വാടിപ്പോവും. അതുപോലെയാണ് പെൺകുട്ടികൾ എന്നാണ് പൊതുവേ ഉള്ളൊരു ധാരണ. അതായത് നമ്മൾ തൊടുമ്പോഴേക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേക്കും പെട്ടെന്ന് വാടിപ്പോകുന്ന ആൾക്കാരാണ് ഈ പെൺകുട്ടികൾ എന്നുള്ളതാണ് പൊതുവെയുള്ള വെപ്പ്. പക്ഷേ ഇപ്പോൾ കാലം മാറി, കഥയും മാറി എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ ഏകദേശം ഒരു 90% പെൺകുട്ടികളും നേരെ തിരിച്ചാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള പല പഠനങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ചെറുപ്പത്തിലേ നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് പെൺകുട്ടികൾക്ക്. എന്തൊക്കെയാണ് ബാഡ് ടച്ച്, എന്തൊക്കെയാണ് ഗുഡ് ടച്ച്, എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. പക്ഷേ വേറൊരു കാര്യം അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ബാഡ് ടച്ച് ഗുഡ് ടച്ച് എന്നുള്ള സംഭവങ്ങൾ ശരിയായ രീതിയിലാണോ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നതെന്നുള്ളൊരു ആ ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ശരിയായ രീതിയിലാണോ നമ്മൾ ആ ഒരു ബാഡ് ടച്ച് ഗുഡ് ടച്ച് എന്നുള്ള കാര്യം ശരിയായ രീതിയിലാണോ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആ ഒരു സംഭവത്തെ നമ്മൾ ശരിയായ രീതിയിലാണോ അല്ലയോ നമ്മൾ ഈ ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്നുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിനുള്ള കാര്യത്തെ ചോദ്യം ചെയ്യുന്നൊരു ആ രീതിയിലുള്ളൊരു ആ ഒരു സംഭവത്തെ അടിസ്ഥാനമാക്കി എടുത്തൊരു ഷോർട്ട് ഫിലിമിൻ്റെ പേരാണ് ടച്ച് മീ നോട്ട് ആണ് ഷോർട്ട് ഫിലിം. ഷോർട്ട് ഫിലിമാണ്. ഈ ഷോർട്ട് ഫിലിമിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചാനലിൽ സബ് മീഡിയ മലയാളം എന്ന് പറഞ്ഞാൽ എൻ്റെ ചാനലിലൂടെ റിലീസ് ചെയ്തൊരു ഷോർട്ട് ഫിലിമാണ്. 10 ദിവസം മുമ്പ് റിലീസ് ചെയ്ത ഷോർട്ട് ഫിലിമാണ്. അത്യാവശ്യം ഒരുവിധ ആൾക്കാരൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും ഈ ഒരു ഷോർട്ട് ഫിലിം. നല്ല കുറേ ആൾക്കാർ കണ്ടു. പക്ഷേ എന്നാലും ഇപ്പോഴും കാണാത്ത കുറേ ആൾക്കാരുണ്ടാവും. അവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. എൻ്റെ ചാനലിൽ തന്നെയുള്ള എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് സംശയമാണ്. എന്തായാലും ഇത് കണ്ടു നോക്കാവുന്ന ഒരു ഷോർട്ട് ഫിലിമാണ്. കാരണം എല്ലാവരും പെൺകുട്ടികളുടെ മാതാപിതാക്കളും എന്നല്ല, എല്ലാ മാതാപിതാക്കളും കണ്ടിരിക്കേണ്ട ഒരു ഷോർട്ട് ഫിലിമാണ്. അതുകൂടാതെ കുട്ടികളും കാണേണ്ട ഒരു ഷോർട്ട് ഫിലിമാണ്. അവർക്കൊക്കെ ഒരു അവയർനെസ് എന്നുള്ള രീതിയിൽ കാണേണ്ട ഒരു ഷോർട്ട് ഫിലിമാണ് ടച്ച് മീ നോട്ടാണ് ഈ ഒരു ഷോർട്ട് ഫിലിം. അപ്പോൾ ഈ ഷോർട്ട് ഫിലിമിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ ആരൊക്കെയെന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇതിനെ സംവിധാനം ചെയ്തിരിക്കുന്നത്, അതായത് സ്റ്റോറി ഡയറക്ഷൻ ഷിബിൻ നാലാം ഘട്ടത്തിലാണ് ഈ സിനിമയുടെ കഥ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ഫോറസ്റ്റ് പ്രൊഡക്ഷനാണ് പ്രൊഡക്ഷനായിട്ട് വന്നിട്ടുള്ളത്. എഡിറ്റിംഗ് അമൽ PT ആണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. ശ്യാംകുമാർ DOP ആണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ആക്ടേഴ്സിനെ ഒന്ന് പരിചയപ്പെടാം. ബേബി ആവണിമോളാണ് ആ കുട്ടിയായിട്ട് വന്നിരിക്കുന്നത്. അത് പല കമൻറ്റുകൾ ഞാൻ കണ്ടു. പല കമൻറ്റുകൾ ഇൻസ്റ്റയിൽ റീൽസ് ചെയ്ത് അതിലൊക്കെ കമൻറ്റുകൾ കണ്ടു. കുട്ടിയുടെ കണ്ണ് പോലും അഭിനയിക്കുന്നുണ്ടെന്നുള്ള കാര്യം എനിക്ക് നല്ലപോലെ തോന്നിയിട്ടുണ്ട്. ഇതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും കിടിലൻ പെർഫോമൻസുകളായിരുന്നു. കുറഞ്ഞ സീനുകൾ, അതായത് 12 മിനിറ്റുള്ള ഒരു ഷോർട്ട് ഫിലിമാണ്, കൊച്ചു മൂവിയാണ്. അപ്പോൾ അതിൽ ഈ ഒരു ആവണിമോൾ അഭിനയിച്ച ആ ഒരു കഥാപാത്രം ഗംഭീരമാക്കി തന്നെ പറയാം. എനിക്ക് പേഴ്സണലി അത്രയും ഗംഭീരമായി തന്നെ അവർ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് അടിയിൽ വരുന്ന കമൻറ്റുകൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ ഓട്ടോക്കാരനായിട്ട് വന്ന നമ്മുടെ ശ്രീലേഷ് ബാലകൃഷ്ണൻ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പല സിനിമകളിലും മുഖം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് ടർബോയിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് അറിയുന്നത്. അപ്പോൾ ഇവരൊക്കെ ഗംഭീരമാക്കി. ലാസ്റ്റിലുള്ള ആ ഒരു ഡയലോഗ് കാര്യങ്ങളൊക്കെ ഗംഭീരമാക്കിയിരുന്നു. പിന്നെ ബേബി ആൻഡ് തെരേസ, അതുപോലെ തന്നെ ഡോക്ടർ ഷെർണ ജയലാൽ, ഡോക്ടർ ഷിബി എന്നിവരൊക്കെയാണ് ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാം. സബ് ടൈറ്റിൽ ആൻഡ് അസോസിയേറ്റ് ഡയറക്ടർ ശ്രീലേഷ് ബാലകൃഷ്ണൻ, സ്ക്രിപ്റ്റ് അസിസ്റ്റൻറ്റ് ശ്രീകുട്ടി, അസിസ്റ്റൻറ്റ് ക്യാമറമാൻ സൂരജ് ഫോട്ടോഗ്രാഫി, സെക്കൻഡ് യൂണിറ്റ് ക്യാമറ ജിതിൻ ജിറ്റ്സ്, ടൈറ്റിൽ ആൻഡ് VFX ഫഹദ് പാച്ചക്കര, പിന്നെ മിക്സിംഗ് കളറിംഗ് സിനി ആർ മീഡിയ, ഡബ്ബിംഗ് സ്റ്റുഡിയോ ആർ മീഡിയ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാർ. അപ്പോൾ കുറേ കാലം മുമ്പേ ഷൂട്ട് ചെയ്ത ഒരു ഷോർട്ട് ഫിലിമാണിത്. ഒരു 7-8 മാസം മുമ്പേ ഷൂട്ട് ചെയ്തൊരു സംഭവമാണ്. അപ്പോൾ ഇപ്പോഴാണ്, കുറേ കാലത്തിന് ശേഷമാണ്, ഒരു 7-8 മാസത്തിന് ശേഷമാണ് ഇതിപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിയത്. അത് നല്ല രീതിയിൽ തന്നെ ആൾക്കാർ സ്വീകരിച്ചു എന്നുള്ളത് സ്വീകരിച്ചു എന്നുള്ളതിൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഇപ്പോൾ എൻ്റെ ചാനൽ ഷോർട്ട് ഫിലിം റിലീസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 100K വ്യൂസായിട്ട് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിജയകരമായ രീതിയിൽ തന്നെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാം. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക. ടച്ച് മീ നോട്ടാണ് ഈ ഒരു ഷോർട്ട് ഫിലിം. എല്ലാവരും കാണേണ്ട ഒരു ഷോർട്ട് ഫിലിമാണ്. എല്ലാവരിലേക്ക് എത്തിക്കേണ്ട ഒരു ഷോർട്ട് ഫിലിമാണ്. പല സ്കൂളുകളിലും നമ്മൾ ഈ ഒരു ഷോർട്ട് ഫിലിം പ്രദർശിപ്പിക്കുന്നുണ്ട്. പല സ്ഥലത്തും കണ്ണൂർ വെച്ചുള്ള ഒരു സ്കൂൾ വെച്ചാണ് ഈ ഒരു ഷോർട്ട് ഫിലിം ഫസ്റ്റ് ലോഞ്ച് ചെയ്തത്. അവിടെയുള്ള കുട്ടികളെല്ലാവരും കാണിച്ചുകൊണ്ടാണ് ലോഞ്ച് ചെയ്തത്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഈ ഒരു ചാനലിൽ കൂടെ കാണിച്ചിട്ടുണ്ട്, ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്തായാലും അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ അതങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കാം. നല്ലൊരു ഷോർട്ട് ഫിലിമാണ്. നോട്ട് ഓൾ ടച്ചസ് ആർ ബാഡ്. എല്ലാ ടച്ചുകളും ബാഡല്ല. സം ക്യാൻ ബി ഹേർട്ട് ടച്ചിങ് ടു. അത് കണ്ടു നോക്കുക. അത് പറഞ്ഞാൽ ബാഡ് ടച്ചും ഗുഡ് ടച്ചും ഒക്കെ നമ്മൾ പഠിപ്പിക്കുന്ന രീതി
മാറ്റേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഷോർട്ട് ഫിലിമിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ പഠിപ്പിക്കണം എന്നുള്ളത് ഇപ്പോഴും അറിയില്ല ആർക്കും, അത് അറിയേണ്ടിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ടച്ച് മീ നോട്ട് എല്ലാവരും കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഇഷ്ടപ്പെട്ടിരിക്കുക ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും